ചേലക്കരയിൽ ഉജ്ജ്വല വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDFും UDFും. സായികുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം അല്ലമീനും AK അഭിലാഷുമുണ്ട്. ദീപക് മോഹനും നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം ഞാൻ പോകുന്നത് സായികുമാറിലേക്കാണ്. സായികുമാർ, ചേലക്കരയിൽ ഒരു 4.5% കുറവ് പോളിംഗിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏത് മുന്നണിയുടെ നെഞ്ചിടിപ്പാണ് കൂടുതൽ ഏറ്റുന്നത്? സായികുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇരു മുന്നണികളുടെയും നെഞ്ചിടിപ്പ് അക്ഷരാർത്ഥത്തിൽ ഏറ്റുന്നതാണ് ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് യഥാർത്ഥത്തിൽ. പക്ഷേ അതവർ തുറന്ന് സമ്മതിക്കുന്നില്ല. വലിയ ആത്മവിശ്വാസം പുറമെ പ്രകടിപ്പിക്കുന്നുണ്ട് അരുൺകുമാർ. മൂന്ന് മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ 3 സ്ഥാനാർത്ഥികളെയും പോയി കണ്ടിരുന്നു. UDF പറയുന്നത് അവർ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ്. അവർ പ്രതീക്ഷിച്ചൊരു പോളിംഗ് പെർസെൻറ്റേജ് ആണ് എന്നും പറയുന്നു. അതായത് അവർ കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്ന എല്ലാ വോട്ടുകളും പെട്ടിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുറം നാടുകളിലേക്ക് ജോലിക്ക് പോയ ആളുകൾ, അങ്ങനെയുള്ള ചില വോട്ടുകൾ മാത്രമാണ് എത്താതിരുന്നത്. പിന്നെ ഇത് ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഒരു പോളിംഗ് മികച്ച പോളിംഗ് ആണ് എന്നവർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ അവരുടെ വിലയിരുത്തൽ പ്രകാരം മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര, പഴയന്നൂർ ഈ 4 പഞ്ചായത്തുകളിൽ UDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രാഥമികമായി അവർ വിലയിരുത്തുന്നത്. അതോടൊപ്പം ദേശമംഗലം, വരവൂർ ഈ 2 പഞ്ചായത്തുകളാണ് LDFന് കൂറ്റൻ ലീഡ് നേടിക്കൊടുക്കുകയും അതോടൊപ്പം ഭൂരിപക്ഷത്തിൽ ഒരു വലിയ വർധനവുണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ 2 പഞ്ചായത്തുകളിലും LDFൻ്റെ ലീഡ് കുറയ്ക്കാൻ കഴിയും എന്നും അവർ കണക്ക് കൂട്ടുന്നു. അതോടൊപ്പം കൊണ്ടാഴി പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം നിൽക്കാം. ഇതാണ് ഇപ്പോൾ UDFൻ്റെ ഒരു പ്രാഥമികമായ കണക്ക്. ഒരു 3000 മുതൽ 5000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ, ഒരു പക്ഷേ ട്രെൻഡ് മാറിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാം. ഒരു 3000 മുതൽ 5000 അതാണ് പുറമേക്ക് അവർ പറയുന്ന കണക്ക്. ഇവിടെ ഒരു വോട്ടിന് ജയിച്ചാൽ പോലും അത് രാഷ്ട്രീയമായി വലിയ വിജയം ആണ് എന്ന് അവർ അവകാശപ്പെടുന്നു. അതുകൊണ്ട് കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് നേതാക്കൾ പറയുന്നു. 3000 മുതൽ 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാം എന്നും പറയും. നേതാക്കളുടെയൊക്കെ പ്രൊഫൈൽ ചിത്രങ്ങളൊക്കെ ഇന്നലെ രാത്രി മുതൽ എല്ലാം മാറിയിട്ടുണ്ട്. നിയുക്ത MLA രമ്യ ഹരിദാസ് എന്ന പേരിൽ പ്രൊഫൈൽ പിക്കുകളൊക്കെ മാറി. അങ്ങനെ വലിയ ആത്മവിശ്വാസം പുറമെ പ്രകടിപ്പിക്കുന്നുണ്ട് UDF നേതാക്കൾ. അപ്പോൾ മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് UDF പറയുന്നത്. LDF സ്ഥാനാർത്ഥികളുമായി പഴയന്നൂർ പോലെ കഴിഞ്ഞ തവണ ലോക്സഭയിൽ ലീഡ് നേടിയ മുള്ളൂർക്കര പോലെയുള്ള പഞ്ചായത്തുകളിലൊക്കെ UDFന്റെ വോട്ടർമാരെ മുഴുവൻ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം UDFനുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട് ഡോക്ടർ അരുൺകുമാർ. അത്രമാത്രം, അതായത് മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബൂത്ത് തലങ്ങളിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കണ്ടതുപോലെ തന്നെ ബൂത്തുകളിലേക്ക് ആളെ എത്തിക്കാൻ പ്രത്യേക ആളുകളെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു, പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിരുന്നു. അവർ അവരുടെ ജോലി കൃത്യമായി തന്നെ ചെയ്തു എന്നാണ് ഇന്നലെ വോട്ടിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്. ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് കിട്ടിയത് പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് മുൻപ് K രാധാകൃഷ്ണന് വ്യക്തിപരമായി പോലും കിട്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഇത്തവണ ലീഗിൻ്റെ അടക്കം മികച്ച പ്രവർത്തനം മൂലം അത് ഒരു പരമാവധി തങ്ങളുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. PV അൻവറിന് അവിടെ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി UDF വിലയിരുത്തുന്നുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിൽ നമ്മൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തിയത്. അവർക്കാണ് ഈ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കൂടുതലായി ഉണ്ടാകുന്നത്. കാരണം വിലക്കയറ്റവും അവരാണ് അടുക്കളയിൽ കഴിയുന്നത്. അവർക്കാണ് യഥാർത്ഥത്തിൽ ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. അവരുടെ വിധിയെഴുത്തും സർക്കാരിനെതിരായ വിധിയെഴുത്താകും എന്നൊരു പ്രതീക്ഷ കൂടി UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്.